നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെത്തിയ ബാബു എം പാലിശ്ശേരി മികച്ച നിയമസഭാ സാമാജികനായിരുന്നു എന്ന് നിയമസഭാധ്യക്ഷൻ എൻ ഷംസീർ പറഞ്ഞു. പാലിശ്ശേരിയുടെ കൊരട്ടിക്കരയിലെ വീട്ടിലെത്തി നിയമസഭയുടെ അനുശോചനം അറിയിച്ചതിനുശേഷം CCTVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ട്രേഡ് യൂണിയൻ രംഗത്തും സംഘടനാ പ്രവർത്തനങ്ങളിലും ബാബു നടത്തിയ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ബുധനാഴ്ച രാവിലെ 9:30 പാലിശ്ശേരിയുടെ വീട്ടിലെത്തിയ സ്പീക്കറെ ബാബു എം പാലിശ്ശേരിയുടെ സഹോദരനും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ M ബാലാജി, ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. പാലിശ്ശേരിയുടെ ഛായാചിത്രത്തിൽ പ്രണാമം അർപ്പിച്ച ഷംസീർ, ബാബുവിന്റെ സഹധർമ്മിണി ഇന്ദിര, മക്കളായ അശ്വതി, അഖിൽ, മരുമകൻ ശ്രീജിത്ത്, ഭാര്യ സഹോദരൻ രാജൻ, ബാബുവിന്റെ ഡ്രൈവറും വിശ്വസ്തനുമായിരുന്ന റെനീഷ് എന്നിവരെ തന്റെയും നിയമസഭയുടെയും അനുശോചനം അറിയിച്ചു. കുടുംബവിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ സ്പീക്കർ ചായ കുടിച്ചതിനു ശേഷമാണ് മടങ്ങിയത്. ശ്രീ ബാബു എം പാലിശ്ശേരിയുടെ നിര്യാണത്തിൽ കുടുംബത്തെ അനുശോചനം അറിയിക്കാനാണ് ഞാനിന്നിവിടെ എത്തിയത്. കേരള നിയമസഭയിലെ മികച്ച നിയമസഭാ സാമാജികനും ഒപ്പം വിദ്യാർത്ഥി യുവജന രംഗത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അറിയപ്പെട്ട മുഖമാണ് ശ്രീ ബാബു എം പാലിശ്ശേരി. കുറച്ചു കാലമായി അദ്ദേഹം അസുഖം ബാധിച്ച് വീട്ടിൽ തന്നെ വിശ്രമമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കുടുംബത്തിനുള്ള നഷ്ടത്തിൽ കേരള നിയമസഭയും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടത്തിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. ചിറളയം സെന്റ് ലാസറസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് തുടക്കമായി. ഒക്ടോബർ 21, 22 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് വിശുദ്ധന്റെ ഛായാചിത്രം വഹിച്ച ഘോഷയാത്രയും തുടർന്ന് സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം എന്നിവയും നടന്നു. പെരുന്നാൾ ദിവസമായ ബുധനാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം, തുടർന്ന് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന, ധൂപ പ്രാർത്ഥന എന്നിവ നടന്നു. 12:30-ന് അവാർഡ് ദാനം, ഉച്ചയ്ക്ക് ശേഷം കൈമുത്ത്, കൊടിയും സ്ലീബായും ഏന്തിയുള്ള പ്രദക്ഷിണം, ആശീർവാദം എന്നിവ നടക്കും. ശേഷം പൊതുസദ്യയും ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പ്രധാന കാർമ്മികനും വന്ധ്യ വൈദികർ സഹകാർമ്മികരുമായി. ക്രമീകരണങ്ങൾക്ക് ഭാരവാഹികളായ KV റെജി, ബേബി ജോസ്, ഡെന്നീസ് മങ്ങാട്, ബിജു മാത്യു, പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. കടപ്പുറം പഞ്ചായത്തിൽ ഇന്ന് കാണുന്ന എല്ലാ വികസനങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് മുസ്ലിം ലീഗാണെന്നും നാടിനോടുള്ള പ്രതിബദ്ധതയാണ് മുസ്ലിം ലീഗ് നിറവേറ്റിയതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് പറഞ്ഞു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് അഞ്ചങ്ങാടി 13-ാം വാർഡ് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ, ചേറ്റുവ ഹാർബർ, ഗവൺമെന്റ് ആശുപത്രി, അഹമ്മദ് കുരികൾ റോഡ് തുടങ്ങിയ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കിയത് മുസ്ലിം ലീഗിന്റെ ഇടപെടൽ കൊണ്ടാണ്. ജനങ്ങളുടെ അടിസ്ഥാന വികസനങ്ങൾക്ക് പുറമെ ക്ഷേമരംഗത്തും മികച്ച മാതൃകയാണ് കടപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി നിറവേറ്റിയിട്ടുള്ളത്. ആധുനിക കാലത്തെ അനിവാര്യ വികസനങ്ങളായ ഗ്രൗണ്ട് ഓപ്പൺ ജിം, കുട്ടികളുടെ പാർക്ക് തുടങ്ങിയ വികസനങ്ങൾ നിലവിലെ ഈ ഭരണസമിതിയുടെ കാലത്താണ് നടത്തിയത്. എല്ലാ കാലത്തും നാടിന്റെ വികസനങ്ങൾക്ക് തുരങ്കം വയ്ക്കാനാണ് ഇടതുപക്ഷം ശ്രമിച്ചിട്ടുമുള്ളത്. നാട്ടിലെ ജനങ്ങൾക്ക് അക്കാര്യം വ്യക്തമായി അറിയുന്നതുകൊണ്ടാണ് കഴിഞ്ഞ 60 വർഷം തുടർച്ചയായി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതെന്നും തുടർന്നുള്ള കാലത്തും ഐക്യ ജനാധിപത്യ മുന്നണി തന്നെയായിരിക്കും ഭരണത്തിൽ വരികയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് TR ഖാദറിന്റെ അധ്യക്ഷതയിൽ നടന്ന കുടുംബസംഗമത്തിൽ ഹസീം ചെമ്പ്ര മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. MSF ഹരിത മലപ്പുറം ജില്ലാ നേതാവ് സഫാന, മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് BK സുബൈർ തങ്ങൾ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PK ഷബീർ, PK ബഷീർ, കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് P ഷാഹു ഹാജി, പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി CB അബ്ദുൽ ഫത്താഹ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PM മുജീബ്, ട്രഷറർ സൈബ് മുഹമ്മദ്, സെക്രട്ടറി AK ഫൈസൽ, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA അഷ്കർ അലി, ജനറൽ സെക്രട്ടറി PK അലി, P അബ്ദുൽ ഹമീദ്, പണ്ടാരി മുഹമ്മദുണ്ണി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് മുതിർന്ന മുസ്ലിം ലീഗ് പ്രവർത്തകരായ RV സെയ്ദു മുഹമ്മദ് ഹാജി, അഹമ്മദ്, പുഴങ്ങരയിലെത്ത് കരീം, ഹുസൈൻ എന്നിവരെ ആദരിച്ചു. വാർഡ് ജനറൽ സെക്രട്ടറി CK സിദ്ദിഖ് സ്വാഗതവും ട്രഷറർ C ഷാഹുൽ ഹമീദ് നന്ദിയും പറഞ്ഞു.
ലെൻസ്ഫെഡ് കുന്നംകുളം ഏരിയ സമ്മേളനത്തിന് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ തുടക്കമായി. ഒക്ടോബർ 21-22 തീയതികളിലായാണ് സമ്മേളനം നടക്കുന്നത്. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫാദർ യാക്കോബ് OIC മുഖ്യാതിഥിയായി. ലെൻസ്ഫെഡ് കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ്, സെക്രട്ടറി ബാബു ജോർജ് എന്നിവർ പങ്കെടുത്തു. സ്കോപ്പ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിൽ ഡോക്ടർ ഷൈൻ സി ചിന്നൻ, എഞ്ചിനീയേഴ്സ് കോമ്പറ്റീഷൻ എന്ന വിഷയത്തിൽ സയ്യിദ് ഹാരിസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഒക്ടോബർ 22 നടക്കുന്ന സമ്മേളനത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം MP.K. രാധാകൃഷ്ണൻ നിർവഹിക്കും. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് OV ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ബെൻസൺ വിൻസൺ അധ്യക്ഷത വഹിക്കും. കായിക താരങ്ങൾക്ക് കളിക്കളങ്ങൾ നൽകാത്ത ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധിച്ച് SDPI ചാവക്കാട് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ചു. വിളംബര ജാഥയുടെ അകമ്പടിയോടെയാണ് പ്രതിഷേധ പരിപാടിക്ക് തുടക്കമായത്. ഗുരുവായൂർ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ മുസമിൽ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി ഹാരിസ് സ്വാഗതം പറഞ്ഞു. കളിസ്ഥലങ്ങൾ ലഭ്യമല്ലാത്തത് പ്രദേശത്തെ കായിക പ്രേമികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പാർട്ടി നേതാക്കൾ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ ഈ അനാസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും അവർ ആവശ്യപ്പെട്ടു. SDPI പാർട്ടി കേഡർമാരും മുനിസിപ്പൽ മെമ്പർമാരും നിരവധി കായിക പ്രേമികളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. വിദ്യാർത്ഥിയെ കാണുവാനില്ല. പെരുമ്പിലാവ് നാലകത്ത് മുസ്തഫയുടെ മകനും പെരിങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ 16 വയസ്സുള്ള മുഹമ്മദ് മാസിനെയാണ് കാണാതായത്. ചൊവ്വാഴ്ച വൈകിട്ട് 5ഓടെ തിപ്പിലശ്ശേരി റേഷൻ കടയ്ക്ക് സമീപത്തെ കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി പോയതായിരുന്നു. രാത്രി ഏറെ വൈകിയിട്ടും വീട്ടിൽ തിരിച്ചെത്താത്തതിനാൽ 11 മണിയോടെ വീട്ടുകാർ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കാണാതാകുന്ന സമയത്ത് വെള്ള നിറത്തിൽ ഡിസൈനുള്ള ഷർട്ടും ആഷ് കളർ പാൻറ്റുമായിരുന്നു ധരിച്ചിരുന്നത്. വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയോ 97 46 10 15 00, 97 47 56 66 36 എന്നീ നമ്പറുകളിലോ അറിയിക്കുക. കടങ്ങോട് കിഴക്കുമുറി പൂവത്തിങ്കൽ രാഘവൻ നിര്യാതനായി. 96 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.